ഹലോ ഗായ്സ്, നമ്മൾ ഈവനിങ് ചായ കുടിക്കുകയാണ്. ചായയും സുമിയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീനിയാവും. അപ്പൊ അതിനിടയ്ക്കാണ് ഞാനിവിടെ ഫ്രൂട്ട്സ് പറിക്കാൻ വേണ്ടി പോണത്. എന്താന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഒന്ന് ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഉണ്ട്. മാമി പേരൊക്കെ പഴുത്ത് വയ്ക്കാണ്. അപ്പം ഇത് മാമിയുടെ വീട്ടിലുള്ളതാണ്. ഇപ്പം ഇവിടെ ഒന്നും ചെയ്യാറില്ല. മുന്നേ ഇവിടെ വാട്ടർ മെലൺ വരെ ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ഇവിടെ പേരയ്ക്ക ഉണ്ട് കണ്ടോ, പേരയ്ക്ക. അപ്പം പേരയ്ക്ക ഞാൻ ഇങ്ങനെ കണ്ടു വന്നപ്പോഴാണ് ഇവിടെ പേരയ്ക്ക വിളഞ്ഞു നിൽക്കുന്നത് ഞാൻ ഇപ്പം കണ്ടത്. അപ്പം നമുക്കത് പെച്ചെടുക്കാമേ. പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഇതുണ്ട്. ഇതിൻ്റെ പേരെന്തോന്നായിരുന്നു മാമി? പൊമഗ്രാനൈറ്റ്, മാതളം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മുട്ടയുണ്ട്. ഈ മുട്ട നമ്മൾ ഉടനെ പൊരിച്ച് തിന്നും. നോക്കട്ടെ, മുട്ടേനെ നോക്കട്ടെ. അല്ലോ, കരയുവാണ്. സത്യം പറഞ്ഞാൽ ഇതിനൊന്നും അല്ല ഇവിടെ ഇറങ്ങിയത്. ഞാൻ ഇവിടെ ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു സാധനമാണ് ഇവിടെ ഉള്ളത്, പേരയ്ക്ക. അപ്പം നമുക്ക് പേരയ്ക്ക പിച്ചാൻ പോവാം. അല്ല സോറി, പേരയ്ക്കല്ലേ, സോറി, പപ്പായാണ് നമ്മൾ പിക്കാൻ പോണത്. ഇവിടെ ഇഷ്ടംപോലെ പപ്പായ ഉണ്ട്. എനിക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇഷ്ടംപോലെ പപ്പായ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ വിൽക്കാം. പഴുത്തതാണ് വിൽക്കാൻ പോണത് കേട്ടോ, കാണിച്ചു തരാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറേ കാന്താരി മുളകുണ്ട് ഗൈസ്. ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർ വാഴ, കുറേ കറ്റാറുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇലക്ഷൻ്റെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ടും പിന്നെ ഈ സുമിയുടെ ഡെലിവറി കേസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ഇതൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് 2-3 ദിവസമായിട്ട് ഇവിടെ കാടൊക്കെ പിടിച്ച് കിടക്കണം. അപ്പം ഞാൻ കാണിച്ചു. ഇതിൻ്റെ ഇടയിലുണ്ട് കുറേ കറ്റാർവാഴയാണ് ഇപ്പോൾ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് അടുക്കള സൈഡിലോട്ട് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് പാഷൻ ഫ്രൂട്ട്. ഇതാണ് പാഷൻ ഫ്രൂട്ട്. നിങ്ങൾക്കത് കാണല്ലോ. പാഷൻ ഫ്രൂട്ട് പിടിച്ചിട്ടില്ല, പക്ഷെ ഇതിൽ പിടിക്കുവാണല്ലേ. അങ്ങനെ നമ്മൾ പപ്പായ കണ്ടത് ഗൈസ്. എന്നെ അണ്ണാന കാക്കയൊക്കെ ചാദിച്ച് പിക്കാൻ വന്ന പപ്പായ കാക്ക തിന്ന് നിർത്തിയേക്കുന്നു. ആൻഡ് ഇത് ഒരെണ്ണമുണ്ട്, പക്ഷെ അത് ഫുള്ള് കേടായി എന്നാണ് തോന്നുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും പിച്ചെടുക്കാം ഗൈസ്. ഒരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വീടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പൊട്ടി അല്ല ഇത് തിന്ന് അത് വലുതായിരുന്നേ. പിന്നെ ഇതൊക്കെ പച്ചയാണ്. നാളെ പഴക്കം ഞാൻ തിരിച്ചുകൊണ്ട് പോകും. പിന്നെ ഇവിടെ ഉള്ളത് പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഗൈസ്. അത് ഞാൻ കാണിച്ച്. നമ്മളെ ഇവിടെ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു, പിടിച്ചിട്ടില്ല. പപ്പായ കേടായി വരുന്നു. നമുക്ക് ഈ സാധനം കഴിക്കാം. ഇച്ചിരി മണമൊക്കെ ഉണ്ട് ഗൈസ്. പശയുടെ നിഷാന്റെ ഹെയർ കട്ടും ഹെയർ കളറും എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. പിന്നെ ഇവിടെ ഒരുപാട് കറ്റാർ വാഴ ഉണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ, സോ അതുകൊണ്ട് നമ്മൾ കാണിക്കും. കാന്താരി മുളക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അടുത്ത ചലഞ്ചിൽ കാന്താരി മുളക് വൈബാണ് എടുക്കാൻ പോകുന്നത്. വേറെ കെച്ചി അടിച്ചാന വരിക വെച്ച് ഇഷ്ടംപോലെ പപ്പായ നിൽക്കുന്നത് അതെല്ലാം കിളി തിന്നത്. ഇത് കേടായി. മറ്റേത് നല്ല വലുതായിരുന്നു, പക്ഷെ അത് പകുതിയും തരും. അവിടെ കരയുന്നത് ആരാണ്? ഈ വിളഞ്ഞ പേരയ്ക്ക നമ്മൾ വിൽക്കാമോ? ചുമ്മാ കാണിക്കാം. സ്വാമി പറയുന്നത് ഇത് വിളഞ്ഞില്ല, പക്ഷെ ഇതിന്റെ ഫുൾ ആരൊക്കെ ഇതായി കേടായി വരുന്നു. അവിടെ നിൽക്കട്ടെ, നാളെ നിൽക്കാം. ഇവിടെ റോസാപ്പൂ ഉണ്ട്. പിന്നെ ഇവിടെ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജാമക്കയുണ്ട്. അതെ. പിന്നെ ഇവിടെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അതൊക്കെ പിടിച്ച് കറി വെച്ചു. ഇതാണ് ഗൈസ് ജാമ്പയ്ക്ക. മാവുണ്ട്. ഈ കുട്ടി മാവില് മാങ്ങ പിടിച്ച് നമ്മൾ പിടിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. തായ്ലാൻഡ് ജാമ്പ. പിന്നെ ഇതില് മാങ്ങ കഴിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ കോളിഫ്ലവർ ഒക്കെ നട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി ഗൈസ്. അതൊക്കെ നമ്മൾ പിടിച്ച് തിന്നു. ആ വരുന്നതാണ് ഗൈസ് നമ്മളെ പപ്പ.
ഗൈസ് നമ്മളിനി വേറെ പരിപാടിയൊന്നുമില്ല, നമ്മളിനി ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ട്രാൻസിഷൻ വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് ഇവിടെ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ബൈ ബൈ. ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഗൈസ്. ബൈ.